ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 3 പ്രാവശ്യമാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റിയ തോന്നുന്നു. 3 വീഡിയോക്കാണ് ഒരാൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുമോ തോന്നുന്നുണ്ട്. അപ്പോൾ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്ന വീഡിയോയിലേക്ക് പോവാം. 1-2 അൺബോക്സിങ് ഉണ്ട് കേട്ടോ. ഞാൻ 1-2 പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വാൾപേപ്പറാണ് കേട്ടോ. നമ്മൾ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതേ വാൾപേപ്പർ തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അത് ഇന്നത്തെ പ്ലാനിങ് അതൊക്കെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു സൈഡ് വാളുണ്ടല്ലോ, അത് ബാക്കി സ്ഥലം വാൾപേപ്പർ ചെയ്യണം. അതേപോലെ തന്നെ ഇതാ പ്ലാന്റ്സൊക്കെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. കുറേയൊക്കെ പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ദിവാന് നമ്മളെ മുകളിലുണ്ടായിരുന്നു, അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാൻ സൗകര്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചെയർ ഫോൾഡ് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ ചെയറാണ് കേട്ടോ. അത് 2 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ. അത് ആവശ്യമുള്ളപ്പോൾ നിർത്തും, അല്ലാതെ എടുത്ത് വെക്കും. ഇങ്ങോട്ട് ഒരു ഊഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മാജിക്ക് അതേ ആവശ്യമായിരുന്നു അവന് ഇവിടെ ഒരു ഊഞ്ഞാൽ വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. നാളെ വരും ഇൻഷാ അല്ലാഹ്, ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ഫെലനോപ്സിസ് ആകെ പൊള്ളിക്കരിഞ്ഞൊക്കെ പോയിട്ടോ. 2-3 ദിവസം നല്ല വെയിലത്തിരുന്നു. അപ്പോൾ ആകെ പൊള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ ശരിയായി വരുമെന്ന് വിചാരിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഇവിടെ തന്നെ വെച്ചേക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം അടിച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബേർഡ് നെസ്റ്റ് വേണം കുറച്ച് വെയിൽ കൂടുതലായിട്ടോ. പണി നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടേ ഒക്കെ ഒന്ന് വെയിൽ കൂടുതലായി ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ഒക്കെ റെഡി ആയിക്കോളും. പിന്നെന്താ അപ്പോൾ ഇവിടെ മാറ്റം വരുത്തിയത്? നമ്മുടെ കിളിക്കൂട് ഇങ്ങോട്ട് വെച്ചുട്ടോ. ഈ സൈഡിലേക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് മാറ്റും കേട്ടോ. ഞാൻ ചില സമയത്ത് ഭയങ്കര വെയിൽ വരുന്നുണ്ട്. പകുതി ഭാഗത്തൊക്കെ വെയിൽ വരണുള്ളൂ, എന്നാലും മാറ്റും. ഇവിടെ വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ വൈകുന്നേരമൊക്കെ കാക്കുള്ള സമയത്ത് കാക്ക ഒഴിവുള്ളപ്പോൾ ഇവിടെ പറത്തി വിടാറുണ്ട്. അവരൊരു കുറേ സമയം പറന്ന് നടന്ന് ഒക്കെ ചെയ്ത് ഇവിടെ തിന്നാനൊക്കെ വെച്ച് കൊടുക്കും, ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കും. അതൊക്കെ കഴിച്ച് പിന്നെ അത് കൂട്ടിലേക്ക് പിടിച്ചാക്കുക ചെയ്യാം. ഇതിപ്പോൾ ഇന്നലെ മോന് കളിച്ച് വെച്ച ടോയ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. മോള് പഠിക്കാതിരിക്കുന്ന സെറ്റപ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ. ടോയ്സ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, താഴെയൊക്കെ ടോയ്സാണ്. അപ്പോൾ അതാ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പണി കഴിഞ്ഞപ്പം ആകെ ചുമരൊക്കെ ആകെ വൃത്തികേടായിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറേശ്ശെ മൂഡിനനുസരിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ അന്ന് തീരെ മൂടില്ല. എന്നാലും ഞാൻ കുറേ അലക്കാനുണ്ട് കേട്ടോ. വേണ്ട അലക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒക്കെ ചെയ്യണം. ഈ ഗ്രില്ലിൽ ഞാൻ കുറച്ച് വെർട്ടിക്കൽ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തു കേട്ടോ. ഇപ്പോൾ വെർട്ടിക്കൽ പോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ഒന്ന് കുറേശ്ശെ കൊണ്ടുവന്ന് സെറ്റാക്കണം. ഇതന്ന് നമ്മൾ ക്രീപ്പിംഗ് ചാർലി നമ്മുടെ നൂർത്താത്ത തന്നായിരുന്നു കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബറാണ്, നല്ലൊരു ഇത്തന്നെ കേട്ടോ. അവർ തന്നതായിരുന്നു. അതിതാ ഈ വിധത്തിലായിട്ടാണ്. ആള് വീഡിയോ കാണുമായിരിക്കും, അപ്പോൾ കണ്ടാലറിയാം. ഇതാ ഇങ്ങനെ ആയിട്ടോ. ഈ പക്ഷികളെ അവിടെ വിടുമ്പോഴേ, കോക്ടെയിലിനെ വിടുമ്പോൾ ചില ചെടികളൊക്കെ ലീഫിൻ്റെ തണ്ട് ഇങ്ങനെ കടിച്ചിട്ട് നീര് കുടിക്കേണ്ടവർ കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ വിടൽ നിർത്തേണ്ടി വരുമോ, ഞാനും കാക്കയും കൂടി അടിയാവുമോ എന്നൊന്നും അറിയില്ല. കാക്കയാണ് കിളീൻ്റെ ആൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫുള്ള് ഗ്രീനറി ആക്കി കൊണ്ടുവരണം, നല്ല ഭംഗിയാക്കി കൊണ്ടുവരണം. ഓരോരോ കാര്യങ്ങൾ നാളെ ഊഞ്ഞാലും കൂടെ വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇതൊക്കെ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് എടുത്ത് വെക്കാം. ഈ ടേബിളൊക്കെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. പഴയ ടേബിൾ ഞാൻ വാൾപേപ്പർ ഇതാണിത്. ഇത് എടുത്ത് വെക്കാം. അതേപോലെ ചെയർ ഇതാ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെയറാണ്. അതിൻ്റെ പേരാണ് ഇട്ടത്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതിങ്ങനെ കിടക്കാൻ പറ്റണ ചെയറാട്ടോ. ഇങ്ങനെ
കിടക്കുക അതിൽ അങ്ങനെ കാല് നിവർത്തി കിടക്കട്ടാ. അത്യാവശ്യം വെയിറ്റ് ഉള്ളവർ ഞാനും ഉമ്മൊക്കെ കിടക്കലുണ്ട് കേട്ടോ. ഞാനും ഉമ്മ കാക്കൊക്കെ കിടക്കലുണ്ട്. അപ്പോൾ നല്ല വെയിറ്റ് താങ്ങും. നല്ല പ്രോഡക്റ്റ് കേട്ടോ. നല്ല ഉറപ്പുണ്ട്. കണ്ടാൽ തോന്നും നമുക്ക് അങ്ങനെ വെയിറ്റുള്ള ആൾക്കാർക്ക് കിടക്കാൻ പറ്റുമെന്നൊക്കെ തോന്നും. ഞാൻ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മയും ഞങ്ങളൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം അല്ലേ. അപ്പോൾ എൻ്റെ വരെ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ദിവാൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് നമ്മുടെ അകത്തത്തെ വാഷ് ബേസിൻ്റെ പൈപ്പാണ് കേട്ടോ. ഔട്ടും ഇന്നുമാണ് കാണുന്നത്. ഇത് രണ്ടും ഒന്ന് ഹൈഡ് ചെയ്തെടുക്കണം. അതിനെന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കണേ. ഒന്നുകിൽ അവിടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് വെക്കലാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഐഡിയ. വേറെ എങ്ങനെയും കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അടുക്കളപ്പണി തീർത്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാൻ കേട്ടോ. അതിന്ന് അലക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ. ഓൾറെഡി ഒരു ട്രിപ്പ് അലക്കൽ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ താഴേക്ക് ഇടണം, ഒക്കെ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെക്കണം കേട്ടോ. മറ്റേത് നമ്മൾ കുക്ക് ചെയ്യണമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒക്കെ ആയിട്ടുണ്ടാവും. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ആകെ തെറിച്ച് മിക്കവാറും ഞാൻ ഇട്ടിട്ടാണ് കടുക് പൊട്ടിക്കുക. ചില സമയത്ത് അതിനൊന്നും സമയം കിട്ടില്ല, ഒന്നും പറ്റിയ സാഹചര്യമാവില്ല. അപ്പോൾ ഒക്കെ ആവണതാട്ടോ. അതിനൊന്ന് എടുത്ത് തുടക്കണം. ഇതിലിപ്പോൾ ഒന്നും ഫില്ല് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പുറത്ത് കുക്ക് ചെയ്യുമ്പോഴിരുന്നു ഇതിൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് ഹെയർ ടൈറ്റ് അല്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ ഫില്ല് ചെയ്തിട്ടില്ല. ഈ പാൻറ്റ് ഈ ഉള്ളത്തെ പ്രിൻറ്റ് വൈറ്റും കൂടെ നല്ലൊരു രസമാട്ടോ കോമ്പിനേഷൻ. ചീപ്പ് റേറ്റിൽ വാങ്ങിയതാട്ടോ. മീഷോൻ്റെ പ്രൊഡക്റ്റാണ്. നമുക്ക് യൂസ് ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. അതിനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. ഇതേപോലെ ഡെക്കറേറ്റീവായിട്ട് നമുക്കിങ്ങനെ കിച്ചണിൽ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ഓപ്ഷനാണ്. എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ലുക്ക് മാറ്റണം എന്നുള്ളവർക്കൊക്കെ അത്ര എക്സ്പെൻസീവ് സൈഡിനേക്കാളും നല്ലത് എപ്പോഴും മാറ്റി മാറ്റി കാണണം എന്നുള്ളവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. ഞാൻ കിച്ചണിൽ വെച്ചിട്ടൊക്കെ കാണാൻ. ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ നിന്നേ പറ്റൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മറന്നു പോവും. പിന്നെ ഹോബുമ്പോൾ കൂടെ തളച്ച് തൂവി പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണത്. പിന്നെ ഞാൻ സിംഗിൾ ബ്ലോക്കിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിയിട്ടാണ്. ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺബോക്സ് ചെയ്തപ്പോൾ മാറിപ്പോയിരുന്നു. ഇത് ഞാൻ തിരൂരിൽ വാങ്ങിയിട്ടോ. നമ്മുടെ മാറ്റ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ തിരൂരിൽ വാങ്ങി. സിംഗിൾ ബ്ലോക്ക് ആകുമ്പോൾ പിന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. കളറ് മാറും കുറച്ച് കഴിയുമ്പോൾ, എന്നാലും പൊട്ടി വരില്ല കേട്ടോ. മറ്റേത് ആ ഒരു ജോയിൻറ്റ് നമുക്ക് കാണില്ല, കണ്ടാലേ നമുക്ക് തോന്നും ഒറ്റ മരമാണെന്നൊക്കെ തോന്നും. പക്ഷേ
കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഒട്ട് വേർട്ടിട്ട് അവിടെ 2 പൊളിയായിട്ട് വരും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പൊളിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഭയങ്കര സങ്കടമാണ്. 3-4 കട്ടിംഗ് ബോർഡ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഭംഗിക്കൊക്കെ വെക്കുക, യൂസ് ചെയ്യാതെ അങ്ങനെ വെക്കുകയാണെങ്കിലും ഓക്കെ, അപ്പോൾ പറ്റും. ഇതും അതിൽ പെട്ടൊരു ട്രൈ ആട്ടോ. ഇത് ഞാൻ വെളിച്ചെണ്ണയും ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലത്തെ പേപ്പർ മാറ്റി കൊടുത്താൽ മതി, വാൾപേപ്പർ പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഫ്രഷായി കിട്ടും സാധനം. ഇതൊക്കെ അൺബോക്സിങ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പ്രാവശ്യം. ഒരുപാട് പ്രാവശ്യമല്ല, ആ സമയത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ. എപ്പോൾ ഇതിനൊന്നും ലിങ്കിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. മീഷോയിലൊക്കെ എപ്പോൾ വേണമെങ്കിലും നോക്കിയാൽ കാണും ഈ പ്രോഡക്റ്റൊക്കെ. ഇവിടെ ഈ ഉപ്പിൻ്റെ പാത്രത്തിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇത് സെയിം കളറ് ലിങ്ക് കൊടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മാറിയിട്ടുണ്ട്. പക്ഷേ വേറെ കളറ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിം കളറ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് എന്തോ അറിയില്ല, ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കിയ സമയത്ത്. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, അപ്പോൾ നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും. മാസിൻ്റെ ഓരോ കൊണ്ടാൻ വേണ്ടിയുള്ള ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ചോദിക്കുമ്പോൾ പിന്നെ അത് പ്രശ്നമാണ്. ഞാൻ അടുത്ത് നമ്മളെ സിങ്ക് ക്ലീനിങ് ആണ് കേട്ടോ. സിങ്ക് ക്ലീൻ ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. എപ്പോഴും യൂസ് ചെയ്യണമെന്നല്ല, എന്നാലും വല്ലാണ്ട് വൃത്തികേടാകുമ്പോൾ ഈ ഒരു സിഫിൻ്റെ പെർഫെക്റ്റ് ഫിനിഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലീനർ ഉണ്ടല്ലോ, എന്താ സ്റ്റീക്ക് ഫ്രീ ഷൈൻ, ഈ സ്പ്രേ കണ്ട് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോങ് ഒക്കെ കാണാം കേട്ടോ. മൊത്തത്തിൽ അടിച്ച് ഇതാക്കൊന്നും വേണ്ട, അടിച്ചിട്ട് ബ്രഷ് കൊണ്ട് ഒന്നാണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ശക്തി പിടിച്ച് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തേച്ചരച്ച് കഴുകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. നമ്മൾ ഈ ഇതൊന്നുകൊണ്ട് സ്പ്രേ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കഴുകിയ പാത്രത്തിൽ നമുക്ക് ആവുന്നൊന്നും ആരും പറയണ്ട കേട്ടോ. ഞാൻ ഡിഷ് വാഷർക്ക് വെക്കാൻ വേണ്ടിയിട്ട് പെറുക്കി വെച്ചതാണേ. ഈ ഒരു ഡ്രൈയിങ് റാക്ക് നല്ല യൂസ്ഫുള്ളാട്ടോ, നല്ല നമ്മൾ പാത്രം കഴുകി വെക്കാനൊക്കെ. അതുൾപ്പെടെ ഡിഷ് വാഷർക്ക് വെക്കുക. ഇതും അടുക്കി വെക്കും, ഈ ഡ്രൈയിങ് റാക്കും ഞാൻ അതിൽ വെക്കും, നല്ല വൃത്തിയായിട്ട്. അതാ ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം അടിച്ച് കഴുകി കൊടുത്താൽ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ അൺബോക്സ് ചെയ്യാനുള്ളത് ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. നമ്മളെ ഗാർലിക് ഇട്ട് വെക്കാനുള്ള ഒരു ബിന്ന് പോലത്തെ ഒരു സംഭവമാണ്. ഇത് 2 ദിവസമായി വന്നിട്ട് കേട്ടോ. അന്ന് ഞാൻ അൺബോക്സിങ് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 പ്രൊഡക്റ്റും കൂടി വരാനുണ്ട്.
അന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ റൈറ്റ് എനിക്ക് ഓർമ്മയില്ല, ലിങ്ക് വേണമെങ്കിൽ ഇട്ട് തരാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഗാർലിക്ക് മാത്രമേ വെക്കുള്ളൂ കേട്ടോ. ഗാർലിക്ക് അങ്ങനെയായിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ മയണൈസിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്ക് വെക്കുള്ളൂ. അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇങ്ങനൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, ഗാർലിക് നെയ്തിയിട്ടുണ്ട്. നല്ല കുറച്ചൊരു അത്യാവശ്യം ഗാർലിക്ക് കൊള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് ഇതാണ് കേട്ടോ, മെറ്റൽ കണ്ടെയ്നറാണ് കേട്ടോ. നല്ല പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രോഡക്റ്റ്. ഇങ്ങനെ വെക്കാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോൾഡ് കോഫി എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു കപ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 218 രൂപയാണെന്ന്. എനിക്കത് 218 രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു, ഇപ്പം അതിന് റേറ്റ് 400 സംതിങ് ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സെയിം കപ്പ് തന്നെയാണ് ഇത്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് 248 രൂപയാണ് തോന്നുന്നുണ്ട് ഇന്ന് കൊടുത്തത്. ഇപ്പോഴാണ് സംഭവം വന്നത്. 248 രൂപയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതാ പക്ഷേ ഇതിന് സ്ട്രോ മിസ്സിങ് ആണ് കേട്ടോ. മറ്റേതിൻ്റെ കൂടെ സ്ട്രോ ഉണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ വ്യത്യാസമാണോ എനിക്കറിയില്ല. അല്ല, അതിൻ്റെ കൂടെ സ്ട്രോ ഉണ്ടായിരുന്നു, പക്ഷേ വ്യത്യാസമുണ്ട്. കമ്പനി വ്യത്യാസമായിരിക്കും തോന്നുന്നു കേട്ടോ. അതായിരിക്കും എന്നാൽ റേറ്റ് വ്യത്യാസം. ഞാൻ ആ 218 രൂപക്ക് വാങ്ങിയത് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. അതിനേക്കാളും ഞാൻ കാണിക്കാം, സൈസും ഉണ്ട്. അത് ഇതായിരുന്നു കേട്ടോ, ഇതായിരുന്നു 218 രൂപക്ക് വാങ്ങിയത്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 246 രൂപയാണ് ഞാൻ ഇപ്പോൾ ഇത് കൊടുത്തത്. ഇതാണ് 218 രൂപക്ക് കിട്ടിയത് കേട്ടോ. ഇത് പ്രോമിസ് മീ എഴുതിയിട്ട്, ലവ് എഴുതിയിട്ട്. ഇത് കണ്ടപ്പോൾ മോന് ഭയങ്കര സങ്കടം, എനിക്ക് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട്. കൂടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ CMOക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അവന് ഭയങ്കര സങ്കടം, അതാണ് ഒന്നും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ടാണ് കിട്ടിയത്. വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വ്യത്യാസത്തിലാണ് കിട്ടിയത്. പക്ഷേ ഇത് ഫിനിഷിങ്ങിലായാലും കളറിലായാലും സൈസിലായാലും ഒക്കെ ഭയങ്കര വ്യത്യാസം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച സംഭവമേ അല്ല. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ മടക്കി വയ്ക്കാനൊന്നും പോണില്ല, കുഴപ്പമില്ല. ഇനി രണ്ട് കളറായി മാത്രം. 2 ഡിസൈൻ തന്നെയാണ് വാങ്ങിയത്, 2 കളറായി. പക്ഷെ ഇത് നല്ല വെറുത്തായിരുന്നു കേട്ടോ. എനിക്ക് 218 രൂപക്ക് നല്ല വെറുത്തായിരുന്നു. ഇതാണ് പിന്നെ ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബർ പറഞ്ഞത്, കമൻറ്റിൽ കൂടെ പറഞ്ഞത് ഭയങ്കര റേറ്റാണ് കാണുന്നത്. പക്ഷേ എനിക്കിത് 218 രൂപക്കാണ് കിട്ടിയത്. പിന്നെ വീണ്ടും ഞാൻ ഇതന്നെ വാങ്ങാൻ നോക്കിയത്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞത്, ഞാൻ ആ കമൻറ്റിൽ മറുപടി അയച്ചിട്ടുമുണ്ട്, കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഞാനും നോക്കി വില കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. അതാണ് പിന്നെ വില കുറഞ്ഞുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് സ്ട്രോയും ഇല്ല, ഈ പറഞ്ഞ പോലെ കളറിലും വ്യത്യാസമുണ്ട്, സൈസിലും വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ മോനല്ല, ഇത് മതി എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മടക്കി അയക്കാനൊന്നും നിൽക്കണില്ല. ഹാർട്സിൻ്റെ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. പ്രിൻ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ പിക്ചറിൽ കാണുമ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത്. ഇത് പ്യൂർ വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇതിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഐക്യൻ്റെ ഒരു മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കും ഈ ക്യാൻഡിലിന് ഉണ്ടാവും കേട്ടോ. അത് ഐക്യന്ന് ബൾക്കായിട്ട് വാങ്ങണമെന്നാണ്. ഇത് കത്തിച്ചിട്ട് വെക്കാൻ, അപ്പോൾ സ്മെല്ലും ഉണ്ടാവും. നല്ല ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കാണുമ്പോൾ നല്ല വൈബാട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് കൂടെ ഒരു ഹുക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെടി കൊളുത്താൻ വേണ്ടി ഹുക്ക് അടിച്ച് വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ അടിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഹുക്കാണ്. ഈ ചെയിനും ഇതും ഈ ഹുക്കും ഇതിങ്ങനെ 3 സെറ്റ് ചെയ്തിരുന്നു. ഇതും കുറച്ച് ദിവസമായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് വില എനിക്ക് ഓർമ്മയില്ല. 300 സംതിങ് എന്തോ ആണ്. കറക്റ്റ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സോട് ചോദിച്ചാൽ മതി. ഞാൻ വാങ്ങിയ റേറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ മീഷോൻ്റെ അവസ്ഥ, ഏത് സൈറ്റാണെങ്കിലും വില മാറി വന്നുകൊണ്ടിരിക്കും. ഞാൻ പറയുന്ന റേറ്റ് ആവില്ല, അപ്പോൾ റേറ്റ് പറയുന്നതുകൊണ്ട് ഒരു പ്രസക്തി ഇല്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രോഡക്റ്റ്. നമുക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ ചാർക്കോള് വെച്ചിട്ട് ഊത് പുകയ്ക്കുക, അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ
വെച്ചിട്ടുള്ളത് ഈ ഒരു ഐക്കൻ്റെ ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിലാണ് കേട്ടോ. സ്മെല്ലും ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. പിന്നെ ഇതാ ഞാൻ വാങ്ങിയിട്ടുള്ള വേറെ സാധനമാണ്. ഞാൻ പാഷ്യോക്കുള്ള ഞാൻ നേരത്തെ കാണിച്ചല്ലോ വാൾപേപ്പർ ഇതാട്ടോ. ഇതിൻ്റെ അളവ് എങ്ങനെ നോക്കുക എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അളവ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ മീറ്ററായിട്ട് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ സെൻറ്റിമീറ്റർ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എത്ര നീളമുണ്ട് നമുക്ക് പിടുത്തം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ, ടാപ്പ് എടുത്തിട്ട് നമ്മൾ അളക്കുന്ന ടാപ്പ് ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ തയ്ക്കുന്നവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ടാപ്പ്. അതെടുത്തിട്ട് സെൻറ്റിമീറ്ററാണ് ഒരു സൈഡിലുണ്ടാവുക, അതിൻ്റെ ഇഞ്ചാണ് മറ്റേ സൈഡിലുണ്ടാവുക. അപ്പോൾ ആ സെൻറ്റിമീറ്ററിൻ്റെ സൈഡിൽ നമ്മൾ ടാപ്പ് പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ, എത്ര അടിയാണ് വരിക എന്നൊക്കെ ഉള്ളത്. 12 ഇഞ്ചാണ് ഒരു ഫീറ്റ്. അപ്പോൾ എത്ര ഫീറ്റാണ് വരിക എന്നുള്ളത്, അപ്പോൾ ഈ സെൻറ്റിമീറ്ററിൻ്റെ അവിടെ പിടിക്കുമ്പോൾ 12 ഇഞ്ചിൽ എത്ര സെൻറ്റിമീറ്ററാണ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും കേട്ടോ വലിപ്പം. പിന്നെ ഇത് റൈറ്റിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ആമസോണിലായാലും മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെയിം പ്രോഡക്റ്റ് തന്നെ ഉണ്ട്. റൈറ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. റൈറ്റിൽ വ്യത്യാസമല്ല, ഒരു സൈറ്റിൽ തന്നെ പല റൈറ്റിൽ സംഭവം കിടക്കുന്നുണ്ട്. അത് പല റേറ്റിൽ വരുന്നത് അളവിൻ്റെ വ്യത്യാസം കേട്ടോ. ഇത് ലെങ്ത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് പല രീതിയിൽ കിടക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 മീറ്റർ ആണോ സംശയമുണ്ട്, ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ റൈറ്റ് വ്യത്യാസം വരുമ്പോൾ ലെങ്ത്തിലും കുറവ് വരും കേട്ടോ. റൈറ്റ് കൂടുതലുള്ള റോളിൽ കുറച്ചും കൂടെ ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിയാൽ മതി. കുറച്ച് സ്ഥലം കവർ ചെയ്യാനൊക്കെ ഉള്ളൂ വെച്ചെങ്കിൽ അധികം വാങ്ങി വെക്കണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങാം. ഇതിപ്പോൾ ഞാൻ 5 റോളാട്ടോ വാങ്ങിയിട്ടുള്ളത്. എനിക്കവിടെ അത്യാവശ്യം ഏരിയ കവർ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ 5 റോളാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒനിയൻ്റെ ബോക്സ് ഉണ്ട് കേട്ടോ. പക്ഷേ അത് എനിക്ക് സ്യൂട്ടാവില്ല എന്ന് കുറച്ച് അധികം ഒനിയൻ വാങ്ങി വെക്കാറുണ്ട്. ഗാർലിക്ക് പിന്നെ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റോർ റൂമിലായാലും നല്ല ഭംഗി ഉണ്ടാവും, ലുക്ക് ഉണ്ടാവും കാണാൻ. ഇതിനിപ്പോൾ സ്ട്രോ ഇല്ല, അതിപ്പോൾ മിസ്സിങ് ആണോ എന്തോന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു സ്ട്രോക്ക് വേണ്ടിയിട്ട് ഞാൻ മടക്കി അയക്കണില്ല. ഇതിൻ്റെ സ്ട്രോയും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഗ്ലാസിൻ്റെ സ്ട്രോ ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സ്ട്രോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മടക്കി അയക്കണമൊന്നുമില്ല. ഇതിൻ്റെ ഹോളിൻ്റെ വലുപ്പത്തിലും സൈസിലും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം, ബോറടിപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗ് കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.